അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെയൊക്കെ നാടുകളിൽ സാധാരണ പറഞ്ഞ് കേൾക്കുന്ന ചില വാചകങ്ങളാണ് നാലാള് നല്ലത് എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ് കേട്ടോ. ഒരാളെക്കുറിച്ച് നാലാള് അവൻ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ അവൻ നല്ലവൻ തന്നെയാണ് എന്ന ഒരു ചൊല്ല് നമ്മൾ കാലങ്ങളായിട്ട് കേട്ട് വരുന്നതാണ്. എന്താണ് ഈ ചൊല്ലിൻ്റെ അടിസ്ഥാനം? ഇത് വെറുതെ ആളുകൾ പറഞ്ഞു വെക്കുന്നതാണോ, അതല്ല ഇസ്ലാമികമായി ഇതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അസ്ന അലൈക ജീറാനുക അന്നക മുഹ്സിനുൻ ഫഅൻത മുഹ്സിൻ. നിന്റെ അയൽവാസികൾ നിന്നെക്കുറിച്ച് നീ നല്ലവനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫഅൻത മുഹ്സിനുൻ, നീ റബ്ബിന്റെ അടുക്കലും നല്ലവൻ തന്നെയാണ്. വഇദാ അസ്ന അലൈക ജീറാനുക അന്നക മുസീഉൻ ഫഅൻത മുസീഉൻ, നീ മോശപ്പെട്ടവനാണ്, അയാളുടെ സ്വഭാവം ശരിയല്ല എന്ന രൂപത്തിലാണ് ജനങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ ആർക്കും നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, നിന്റെ സ്വഭാവം അത്ര മോശമാണ്, നിനക്ക് തന്നെ അറിയാം ആർക്കും എന്നെ ഇഷ്ടമല്ലാന്ന്, ആ രൂപത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുണ്ടെങ്കിൽ ഫഅൻത മുസീഉൻ, നീ മോശപ്പെട്ട ആള് തന്നെയാണ്. പുണ്യ റസൂൽ പഠിപ്പിച്ച ഹദീസ. ഇപ്പൊ പഴയ കാലം മുതൽ നാം കേട്ടുവരുന്ന ഈ ചൊല്ലിന് അടിസ്ഥാനമുണ്ടെന്നർത്ഥം. നാലാള് നല്ലവൻ എന്ന് പറഞ്ഞാൽ അവൻ നല്ലവൻ തന്നെയാണ്. കാരണം ആളുകൾ എന്തുകൊണ്ടാണ് ഒരാളെ കുറിച്ച് നല്ലവൻ എന്ന് പറയുന്നത്? ആളുകളെ സഹായിക്കുന്നത് കൊണ്ട്, ആളുകളോട് നന്നായി പെരുമാറുന്നത് കൊണ്ട്, സാമ്പത്തികമായിട്ട് ഒരുപാടുണ്ട് പക്ഷേ ഒട്ടും അഹങ്കാരമില്ലാതെ നല്ല രൂപത്തിൽ ആളുകളുമായി സഹവർത്തിത്വം പുലർത്തുന്നത് കൊണ്ട്. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ ആളുകൾ പുകഴ്ത്തുക, മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് പുകഴ്ത്തുന്നത്. ഇനി മറ്റൊരു ഹദീസ് കൂടെ പറയാ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പോലും ആളുകൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാണെന്നാണ് പുണ്യനബി പറഞ്ഞത്. മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, വലിയ നീണ്ട ഹദീസാണ്. അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് കാണാം, അയ്യുമാ മുസ്ലിമിൻ ഷഹിദ ലഹു അർബഅത്തുൻ ബിഖൈരിൻ അദ്ഖലഹുല്ലാഹുൽ ജന്ന. ഏതൊരു മുസ്ലിമായ മനുഷ്യനും മരിച്ചു കഴിഞ്ഞു, അവനെക്കുറിച്ച് നാല് സത്യവിശ്വാസികൾ പറയുകയാണ് അവൻ നല്ല മനുഷ്യനാണ് എന്ന് സാക്ഷി നിന്ന് കഴിഞ്ഞാൽ അദ്ഖലഹുൽ ജന്ന, അല്ലാഹു തആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ഔ സലാസത്തുൻ ഔ ഇസ്നാൻ, അല്ലെങ്കിൽ 3 ആള് പറഞ്ഞു, അല്ലെങ്കിൽ 2 ആള് പറഞ്ഞു. ഇങ്ങനെ ആര് പറഞ്ഞു കഴിഞ്ഞാലും അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നുകൂടി മറ്റൊരു ഹദീസ് പറയുമ്പോൾ, ജീവിതകാലത്തിൽ ജനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് അതും സത്യമാണ്. മരണശേഷം ഒരാളെക്കുറിച്ച് അയാൾ നല്ലവനായിരുന്നു എന്നാളുകൾ പറഞ്ഞു